കേരളത്തിലെ കർഷകർ പുതിയ പരീക്ഷണങ്ങളെ എപ്പോഴും ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നവരാണ്. തെങ്ങും കുരുമുളകും ഒക്കെ നിറഞ്ഞ നമ്മുടെ കൃഷിഭൂമിയിലേക്ക് ഈ ഒരു അതിഥി വന്നിട്ട് കുറച്ചു കാലമായി. മരുഭൂമിയിലെ കള്ളിച്ചെടികളുടെ വർഗത്തിൽപ്പെട്ട രൂപത്തിൽ അല്പം വിചിത്രനെങ്കിലും ഗുണനിലവാരത്തിലും വിപണി മൂല്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട്. തുടക്കത്തിലൊരു അലങ്കാര ചെടിയായി മാത്രം കണ്ട ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ ഏക്കറുകളോളം സ്ഥലത്ത് കൃഷി ചെയ്യുകയാണ്. അത്തരത്തിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലൂടെ ഒരു സാമ്രാജ്യം പടുത്തുയർത്തിയ ഒരു കർഷകന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഭൂമികയിൽ. നമുക്ക് പ്രിയപ്പെട്ട അനിൽകുമാർ സാറിന്റെ ഡ്രാഗൺ തോട്ട വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഭൂമികയുടെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ അനിൽകുമാർ സാറാണുള്ളത്. നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. കേരളത്തിൽ അമിതമായിട്ടുള്ള മഴ, അതുപോലെ ഈ ഹ്യൂമിഡിറ്റി ഒക്കെ ഇതിലൊരു ഫംഗസ് രോഗബാധ ഉണ്ടാക്കുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ? ഒരു 2 വർഷം മുമ്പേ ചെറിയൊരു ഫംഗസ് രോഗബാധ ഉണ്ടായിരുന്നു, ഒരു ചീച്ചൽ, തണ്ട് ചീച്ചൽ. അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് തന്നാൽ തന്നെ അങ്ങോട്ട് പോയത്. ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും വരുന്നില്ല. ഇതിന് മറ്റ് വളപ്രയോഗങ്ങളോ കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ അതിൻ്റെ പൂവ് ചില സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഞ്ഞിട്ട് അതിന് തന്നെ പറ്റിക്കിടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഫംഗസ് ബാധ വരുന്നുണ്ട്. അപ്പോൾ അത് ആ സമയമാകുമ്പോഴത്തേക്ക് അങ്ങ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. എന്തായാലും അമിതമായ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ദോഷം ചെയ്യും. കാരണം പൂവ് എന്ന് പറഞ്ഞാൽ രാവിലെ സമയത്താണ് കൂടുതൽ പരാഗണം നടക്കുന്നത്. അപ്പോൾ ഈ പരാഗണം നടക്കുന്ന സമയത്ത് മഴയുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാഗണം നടക്കില്ല. അപ്പോൾ അന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായയുടെ വലുപ്പം കുറയുന്നുണ്ട്. പക്ഷേ ഇത്തവണ മഴ കുറവുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ എന്നാൽ മഴ ആവശ്യത്തിനുണ്ട് എന്താനും. അപ്പോൾ അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ നല്ല വിളവ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് നടുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ തൂണുകൾ, ഇതൊക്കെ എപ്രകാരമാണ് ക്രമീകരിക്കുന്നത്? അത് സ്വന്തമായിട്ട് ഇവിടുന്ന് ഉണ്ടാക്കുക ചെയ്തത്. കോൺക്രീറ്റിൻ്റെ തൂണ് ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് പാറയായിരുന്നു അടിവശം. ആ പാറ തുരന്നിട്ടാണ് കോൺക്രീറ്റ് കാല അതിനകത്ത് വെച്ച് സിമെൻ്റ് ഇട്ടിട്ട് ഉറപ്പിച്ചത്. അതിന് ശേഷമാണ് ചെടി നട്ടത്. ഈ രാത്രി കാലങ്ങളിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഉപയോഗിച്ചിട്ട് കൃത്രിമമായിട്ട് പിന്നെ പൂ വിരിയിക്കുന്ന ഒരു പ്രക്രിയയൊക്കെ കാണാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു രീതി പിന്തുടരുന്നുണ്ടോ? ഇല്ല, ഇതുവരെ അത് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം അതിൻ്റെ ആവശ്യം വേണ്ടി വന്നില്ല. കാരണം അല്ലാതെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് പൂ ഉണ്ടാകുന്നുണ്ട്, പൂവും കായും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇത്തവണ അത് വേണ്ടി വന്നില്ല. ഇത്തവണ എന്നല്ല, ഞാൻ അതുകൊണ്ട് അത് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. അതുപോലെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്ന സമയത്ത് ഇടവിളയായിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും കൃഷി അതിൽ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഞാൻ അതിൻ്റെ ഇടയിൽ പപ്പായ വെച്ചിട്ടുണ്ട്, വാഴ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അത് ഇത് രണ്ടും കൂടുതൽ തെങ്ങിക്കഴിഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ടിനെ ദോഷം ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് അതിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഞാനത് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്.
അതുപോലെ ഈ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടും നമ്മളെ നാട്ടിൽ കൃഷി ചെയ്യുന്ന ഒരു വെറൈറ്റിയും തമ്മിൽ ഗുണനിലവാരത്തിൽ എങ്ങനെയായിരിക്കും, ഏതായിരിക്കും സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ കൂടുതൽ നല്ലത്? കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല വെറൈറ്റി, നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഞാൻ വെച്ചിരിക്കുന്നത്. വെറൈറ്റിക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഐറ്റം കൃഷി ചെയ്യാന്നേ ഉള്ളൂ, പക്ഷേ അത് നമുക്ക് വിൽപ്പനക്ക് അത്ര ഗുണം ചെയ്യില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും ടേസ്റ്റുള്ള ഒരു വെറൈറ്റി. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മാത്രമായിട്ട് ഫോളോ ചെയ്യുന്നത്. എങ്ങനെയാണിത് പിന്നെ മാർക്കറ്റിലേക്ക് ഏത് രീതിയിലാണ് ഇത് സെയിൽ ചെയ്യുന്നത്? കൂടുതലും ആൾക്കാർ ഇവിടെ വന്നിട്ട് വാങ്ങിക്കൊണ്ടുപോവുകയും ചെയ്യുന്നത്. നേരിട്ട് തന്നെ കൊണ്ടുപോകുന്നത്. അല്ലാത്തത് തീരാത്തത് കടകളിൽ കൊണ്ടുപോയി കൊടുക്കും. ഒരു ഫ്രൂട്ട് എന്നതിലുപരി ഇതിന് കൂടുതലായിട്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ കൂടി ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഏത് തരത്തിലുള്ള ഗുണങ്ങളാണ് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിനുള്ളത്? ന്യൂട്രീഷൻ വാല്യൂ വളരെ കൂടുതൽ തന്നെയാണ്. എന്തായാലും ഫ്രൂട്ട്സ് ആണ് ശരീരത്തിന് പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദഹിക്കാൻ പറ്റുന്നതും ഒക്കെ ആയിട്ട് എന്ന് പറഞ്ഞാൽ പലതരം വിറ്റമിൻ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിൻ്റെയും പേര് ഞാൻ ഓർക്കുന്നില്ല. ഇങ്ങനെ തന്നെ ഇത് മുറിച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന് നല്ല മെഡിസിനൽ വാല്യൂ കൂടി ഉള്ളതാണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പം ഏതൊക്കെ പ്രത്യേകതകളാണ് ഇതിനുള്ളത് എന്നുള്ളതൊന്ന് പറയുമോ? ഇതിനകത്ത് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ്, പിന്നെ അതിൻ്റെ കറുത്ത സീഡിനകത്ത് എന്ന് പറഞ്ഞാൽ ഒമേഗ 3, പിന്നെ അങ്ങനെയുള്ള കുറേ വിറ്റമിനുകളും പിന്നെ ഫൈബർ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശരീരത്തിന് എന്ന് പറഞ്ഞാൽ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഫ്രൂട്ട്സ്. നമുക്കിപ്പോൾ സാധാരണ ഇതിലിപ്പോൾ നമ്മളൊരു നേന്ത്രപ്പഴം കഴിക്കുന്നതിന് പകരം ഇതൊരു കായ കഴിച്ചു കഴിഞ്ഞാൽ ഒരു കായ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ വയറ് ഫുള്ളാവുന്നുണ്ട്. വൈകുന്നേരത്തെ ഒരു ഭക്ഷണമായിട്ട് ഞാൻ ചില സമയത്ത് ഇത് മാത്രമാണ് കഴിക്കുന്നത്. ഇത് പഴമായിട്ട് നേരിട്ട് കഴിക്കുന്നതിന് പകരം ഐസ്ക്രീം, ജാം, വൈൻ പോലെയുള്ള പ്രൊഡക്ട്സ് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും പരീക്ഷണം വീട്ടിൽ നടത്തിയിട്ടുണ്ടോ? പരീക്ഷണം നടത്തിയിട്ടില്ല. കാരണം ഒന്നാമതെന്ന് പറഞ്ഞാൽ അതിനൊന്നും സമയം കിട്ടില്ല. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി മാത്രമല്ല, എനിക്ക് ഒരുപാട് പച്ചക്കറിയൊക്കെ കൃഷിയുണ്ട്. സൂര്യകാന്തിയുണ്ട്. അപ്പോൾ മറ്റുള്ള പച്ചക്കറികൾ കുമ്പളം, മത്തൻ, ചീര, കോവക്ക, തണ്ണിമത്തൻ, അങ്ങനെ ഒരുപാട് വെറൈറ്റി കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നമായിട്ട് പോകാനുള്ള സമയം കിട്ടുന്നില്ല. അമേരിക്കൻ ബ്യൂട്ടി എന്നൊരു ഇനമാണ് കൃഷി ചെയ്തിരിക്കുന്നത്. 3 വർഷം മുമ്പേ മലപ്പുറത്തുനിന്ന് കൊണ്ടുവന്നതായത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 2-3 വർഷമായി നന്നായിട്ട് വിളവെടുക്കുന്നത്. ഇപ്പോൾ ഇത്തവണ വിളവ് വളരെ കൂടുതലാണ്. കാലാവസ്ഥ അനുകൂലമായതിനാൽ മഴ കുറവുള്ളത് കൊണ്ട് കായ നന്നായി പിടിക്കുന്നുണ്ട്. കായക്ക് ആവശ്യത്തിനുള്ള നല്ല വലിപ്പം കിട്ടുന്നുണ്ട്. ഏതാണ്ട് ഒരു 10-18 ചൂടാണ് ഇവിടെ ഉള്ളത്. ഇതുവരെ റീപ്ലാന്റ് ചെയ്തിട്ടൊന്നുമില്ല. വന്നിട്ട് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടി തന്നെ നല്ലൊരു കനം തൂക്കം വന്നു തുടങ്ങി. ചെടി എന്തായാലും നന്നായി കായ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കുന്നില്ല. ഇത്തവണ കായ് ഉണ്ടാവാൻ തുടങ്ങിയിട്ട് തന്നെ എന്ന് പറഞ്ഞാൽ 2 മാസത്തിൽ കൂടുതലായി. ഇതുവരെ ഒരു വളപ്രയോഗവും ചെയ്തിട്ടില്ല. ഒരു വളപ്രയോഗവും ചെയ്യാതെ തന്നെ കായ നന്നായി ഉണ്ടാവുന്നുണ്ട്. നട്ട് ഏകദേശം എന്ന് പറഞ്ഞാൽ 1 കൊല്ലം കഴിഞ്ഞ ഉടനെ തന്നെ ഉണ്ടാവാൻ തുടങ്ങുന്നുണ്ട്. നല്ല പരിചരണമാണെങ്കിൽ. അധികം പരിചരണം ആവശ്യമില്ല എങ്കിൽ തന്നെ കുറച്ച് പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഉണ്ടായി തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് നട്ടൊരു 3 വർഷം ആകുമ്പോഴത്തേക്കാണ് നല്ല പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്.
ഇപ്പോൾ സാധാരണ ജൂൺ മാസം മുതലാണ് ഇത് പറിച്ചു തുടങ്ങിയത്. പക്ഷേ ഇപ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ മാസം തൊട്ട് പറിച്ചു തുടങ്ങിയിരുന്നു. നല്ല ഏതാണ്ട് ഒരു ഏപ്രിൽ മാസം തൊട്ടിട്ട് ശരാശരി നവംബർ മാസം വരെ വിളവ് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് കൂടാതെ റെഡ് ലേഡി എന്നതിനത്തിൽപ്പെട്ടതും റെഡ് റോയൽ എന്നതിനത്തിൽപ്പെട്ടതുമായിട്ടുള്ള പപ്പായ കൃഷി ചെയ്യുന്നുണ്ട്. 2-3 വർഷമായി കൃഷി ചെയ്യുന്നത്. ഇത് നല്ല വിളവ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഴക്കാലത്ത് കുറച്ച് മോശമായിരിക്കും, പക്ഷേ എങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വിളയാണിത്. നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് മുറിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ മുറിക്കുമ്പോഴേ ഇതിനകത്തിൻ്റെ നല്ല ഫിനിഷിങ്ങിലെ ആ ഒരു മാംസളമായ ഭാഗവും പിന്നെ ആ ഒരു നല്ല കടും പിങ്ക്, നല്ല വളരെ ആകർഷണീയമായിട്ടുള്ള ഒരു പിങ്ക് കളറും അതിപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പോവാം. ഇതിൻ്റെ ഈ ഒരു ഭംഗിയാണ് ടേസ്റ്റിനേക്കാൾ കൂടുതൽ, ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭംഗിയാണ്. അപ്പോൾ ഇത്രയും നല്ല ഒരു ഫിനിഷിംഗ് ഉള്ള പഴം മുറിച്ച് കഴിഞ്ഞാൽ ഇത്രയും ഫിനിഷിംഗ് കിട്ടുന്ന ഒരു പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും വേറെ ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അത്രയും നല്ലൊരു ഭംഗിയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത്, അത്രയും നല്ലൊരു കളറും. മുഴുവൻ സമയം കൃഷി തന്നെയാണോ, അല്ലെങ്കിൽ സാർ വേറെ എന്തെങ്കിലും ജോലിയോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ഇപ്പോൾ? ഇല്ല, എല്ലാ സമയത്തും ഫുൾ ടൈം കൃഷി തന്നെയാണ്, വേറെ ജോലികളൊന്നും ചെയ്യുന്നില്ല. മറ്റ് കുടുംബാംഗങ്ങളൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട്? ആരൊക്കെയാണ് വീട്ടിലുള്ളത്? വീട്ടിൽ ഭാര്യയും 2 മക്കളും ഉള്ളത്, അമ്മയും. അവരും ഈ ഒരു കൃഷിക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടിംഗ് ഒന്നും അറിയില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. അതെ. അപ്പോൾ മണ്ണിൽ വിസ്മയങ്ങൾ തീർക്കുന്ന മറ്റൊരു കർഷകന്റെ വിശേഷങ്ങളുമായി നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.